ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പം നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ശാസ്താംപാറയിലാണ്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വെളപ്പിൽ പഞ്ചായത്തിലാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിക്കായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നതും ഈ ഒരു പ്രദേശത്താണ്. ഇവിടം ഒരു അംഗീകൃത ടൂറിസം മേഖലയായി മാറിയിട്ട് 14 കൊല്ലമായി. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്ന ഒരാൾക്ക് 20 രൂപയും 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് 10 രൂപയും ക്യാമറയ്ക്ക് 250 രൂപയും. ക്യാമറയുടെ റേറ്റ് ഇച്ചിരി കൂടി പോയല്ലേ. പിന്നെ ടൈം മാറിയിട്ടുണ്ട്. മുന്നേ 6 മണി വരെ ആയിരുന്നു സമയമെങ്കിൽ ഇപ്പോൾ അത് 7 മണി വരെ ആക്കിയിട്ടുണ്ട്. അപ്പം 7 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എന്തായാലും കുടിവെള്ളത്തിന് വേണ്ടി ഇത് സ്ഥാപിച്ചു. എന്നാൽ പിന്നെ അത്യാവശ്യം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് വർക്കിംഗ് ആയിരുന്നെങ്കിൽ ഈ ഒരു ചൂട് സമയത്ത് നല്ല രീതിക്ക് ഉപകാരപ്പെട്ടനെ. ഇനിയും കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറാനുണ്ട് കേട്ടോ. ആ കാണുന്ന ടോപ്പിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അത്യാവശ്യം വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിവതും വേസ്റ്റ് എല്ലാം ഇതിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കോഫിയും ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നേ. ദേ ടോപ്പിലേക്ക് പോകാനും വഴിയുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു അമ്പലമല്ലല്ലോ, മണ്ഡപം ഇരിക്കുന്നിടത്തോട്ടൊന്ന് കയറിയിട്ട് പോവാം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് സമയത്ത് നല്ലൊരു റിലാക്സേഷൻ ഫീലുണ്ട്. പിന്നെ ആ ഒരു കാഴ്ചയും അത്യാവശ്യം നല്ല രീതിക്കുള്ള പച്ചപ്പും കാര്യങ്ങളും, ആ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു ഉണങ്ങിയ മരം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചുറ്റിനുള്ളൊരു പച്ചപ്പിൻ്റെ ആ ഒരു ഹൈലൈറ്റ്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് പിന്നെയും താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ അവിടെ ഒരു മണ്ഡപമുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. സീസോയുണ്ട്, ക്ലൈംബിങ്ങിൻ്റെതുണ്ട്, സ്ലൈഡുണ്ട്, ട്രംബോളിനുണ്ട്, ഊഞ്ഞാലുണ്ട്. അങ്ങനെ അത്യാവശ്യം കുട്ടികൾക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാം കാലിയായിട്ട് കിടക്കുന്നത്. ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങും. അപ്പം ഇനി നമുക്ക് മുകളിലേക്ക് പോകാം കേട്ടോ, ഏറ്റവും ടോപ്പിലേക്ക്. നമ്മളിപ്പം ഏതാണ്ട് ഒരു ലോവറിലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ടോപ്പിലേക്ക് പോകാം. അപ്പം അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺസെറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ട്രിവാൻഡ്രത്തെ. അപ്പം നമുക്കിനി ഏറ്റവും ടോപ്പിലേക്ക് പോകാം. ഇതുവഴിയാണ് നമുക്ക് ടോപ്പിലേക്ക് പോകാനുള്ളത്. പ്രായമായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലാത്തവർക്ക് സിമ്പിളായിട്ട് കയറാം. ഈ ഒരു കൈവരിയിൽ പിടിച്ച് നമുക്ക് കയറാവുന്നതാണ്. അത്യാവശ്യം സേഫുമാണ്. ഇവിടുത്തെ സൺസെറ്റ് വ്യൂ പൊളിയാണെന്ന് ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലാന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. സൺസെറ്റ് മാത്രമല്ല, ഇവിടെ നിന്ന് കാണുന്ന ആ ഒരു 360 ഡിഗ്രി വ്യൂവും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ ഒരു ചൂടത്ത് പോലും ഈ ഒരു പാറയുടെ ഏറ്റവും ടോപ്പിൽ വറ്റാത്ത ചെറിയൊരു കുളം.
അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞതും ലൈറ്റ്സൊക്കെ ഓണാക്കി. അപ്പം നമുക്ക് ഇവിടെ മാക്സിമം ഒരു 7:30 വരെ നമുക്കിവിടെ ടോപ്പിൽ നിൽക്കാനായിട്ട് പറ്റും. അതിനുശേഷം താഴേക്ക് ഇറങ്ങണം. പിന്നെ ഇത് സീസൺ അനുസരിച്ച് മാറും. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ മാക്സിമം നമുക്കൊരു 6:30 വരെയൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കിഡിലൻ സൺസെറ്റ് വ്യൂ തന്നെ ആയിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. ഈ ഒരു വീഡിയോ ഫുള്ള് ഷൂട്ട് ചെയ്തത് വിവോ X100-ലാണ്. അപ്പം അതിലൊരു 4K ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ആകെ എനിക്കിതിലൊരു ഡ്രോബാക്ക് ഫീൽ ചെയ്തത് ഒരു ഫ്രണ്ട് ക്യാമിൽ 4K കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാം പൊളിയാണ്. ഇപ്പം ഫോട്ടോ എടുക്കുന്നതാണെങ്കിലും വീഡിയോ ആണെങ്കിലും അതിൻ്റെ സ്റ്റെബിലൈസേഷൻ ആണെങ്കിലും എല്ലാം നൈസാണ്.